A very warm welcome to each and every students to my class. Today in this session we are going to discuss A Roadside Stand written by Robert Frost. Robert Frost was born on March 26, 1874 in San Francisco, California. He belonged to New England. Frost's personal life was miserable with misfortunes and deaths. When his father died of tuberculosis in 1885, he was left penniless. In 1900, his mother died of cancer. A streak of mental illness ran through his family, and many of them, including himself, suffered bouts of depression. One of his sons committed suicide, and his daughters had a complete nervous breakdown. Of his 6 children, only 2 have survived. Farming was his first love as a profession, but finding himself a failure, he sold his farm and took teaching and writing, both of which proved very successful. റോബർട്ട് ഫ്രോസ്റ്റ് ജനിച്ചത് മാർച്ച് 26, 1874 സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയയിലാണ്. അദ്ദേഹം ജനിച്ചത് ന്യൂ ഇംഗ്ലണ്ടിലാണ്. ഇപ്പോൾ കാണുന്ന ചിത്രം നോർത്ത് അമേരിക്കയുടെ മാപ്പാണ്. അതിൽ ന്യൂ ഇംഗ്ലണ്ട് ലൈറ്റ് ബ്ലൂ കളറിൽ കാണാം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ഫ്രോസ്റ്റ് പേഴ്സണൽ ലൈഫ് വളരെ ഒരു മിസറബിൾ അല്ലെങ്കിൽ അതിദാരുണമായിട്ടുള്ള മരണങ്ങളെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം നയിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് 1885 മരണപ്പെട്ടു. അതിനുശേഷം ഒരു ചില്ലി കാശ് പോലും ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് 1900 അദ്ദേഹത്തിൻ്റെ മാതാവും ക്യാൻസർ ബാധിച്ച് മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുടനീളം ആളുകൾക്ക് ചിത്തഭ്രമത്തിൻ്റെ ഒരു പിന്തുടർച്ച തന്നെ അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിനും, അതായത് റോബർട്ട് ഫ്രോസ്റ്റിനും, ഒരു ഡിപ്രഷൻ്റെ മനോവൈകല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സൂയിസൈഡ് ചെയ്തിരുന്നു. മകൾക്ക് ഇതേപോലെ തന്നെ ഒരു ചിത്തഭ്രമം എല്ലാം കാണിച്ച് തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ 6 മക്കളിൽ 2 പേർ മാത്രമാണ് ജീവനോടെ ഇരുന്നിരുന്നത്. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ കാർഷിക വൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായി അദ്ദേഹം എടുത്തത്. പിന്നീട് അതിൽ അദ്ദേഹത്തിന് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കാത്തത് മൂലം അതൊരു പരാജയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും കാർഷിക വൃത്തി അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു അധ്യാപകനായും എഴുത്തുകാരനുമായും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ മാറ്റി. അതിൽ രണ്ടിലും അദ്ദേഹം നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. A reading of Frost's poem, which reveals the frequently employed the rural life of New England as a setting of his poem and depicts it through language and situations familiar to common man. Many of Frost's poems explore the fundamental question of human existence. As Harriet Monroe observes, there is a folksy New England persona and character in Frost's work who unravels the human reaction to nature's process. He was America's most widely read poet and national celebrity. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ എഴുത്തുകളിലെല്ലാം തന്നെയും ന്യൂ ഇംഗ്ലണ്ട് തെളിഞ്ഞു കാണാമായിരുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന നാടിനും ആ നാടിൻ്റെ എല്ലാ ഭംഗിയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ നാട്ടുകാരുടെ ഭാഷയുടെ പ്രയോഗങ്ങളും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതവുമാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, ആ നിലനിൽപ്പിനുമായി ബന്ധപ്പെടുത്തി മനുഷ്യനുണ്ടാകുന്ന ആശങ്കകളെക്കുറിച്ചും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം കാണാൻ സാധിക്കുന്നത്.
പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയും അതുപോലെ ക്രിട്ടിക്കും അതേപോലെ എഡിറ്ററുമായിട്ടുള്ള ഹാരിയറ്റ് മെൻട്രോ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ റിയാക്ഷൻ ടു നാച്ചുറൽസ് പ്രോസസ്, പ്രകൃതിയുടെ മാറ്റങ്ങളും അതിൽ മനുഷ്യൻ്റെ പ്രതിഫലനങ്ങളും അല്ലെങ്കിൽ അതിനോട് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും മനുഷ്യൻ്റെ റിയാക്ഷൻസും എല്ലാം തന്നെയും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രശസ്തിയായിട്ടുള്ള എഡിറ്ററായിട്ടുള്ള ഹാരിയറ്റ് മെൻട്രോ പ്രശസ്തമായി ഒരു ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് അമേരിക്കയിലെ തന്നെ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു നാഷണൽ സെലിബ്രിറ്റിയുമാണ് അമേരിക്കയിൽ. Frost's volume of poetry include A Boy's Will, published in 1913, North of Boston, published in 1914, Mountain Interval, published in 1916, and New Hampshire, 1923, A West Running Book, published in 1928, A Further Range, 1937, and many others. Some of the poems which won Frost's great admiration and fame are Road Not Taken, Mending Wall, Stopping by the Woods, On a Snowy Evening, Birches, and After Apple Picking. The first choice of words, the colloquial rhythm, and the simplicity of the images are akin to the rustically and honestly to the sin of or the plow. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ് എ ബോയ്സ് വിൽ, നോർത്ത് ഓഫ് ബോസ്റ്റൺ, മൗണ്ടെയിൻ ഇൻ്റർവൽ, എ ന്യൂ ഹാംഷയർ, വെസ്റ്റ് റണ്ണിംഗ് ബുക്ക്, എ ഫർദർ റേഞ്ച്. അതുമാത്രമല്ല നമ്മളെല്ലാവരും തന്നെയും പഠിച്ചിട്ടും വായിച്ചിട്ടുമുള്ള ദ റോഡ് നോട്ട് ടേക്കൺ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ്. അതുകൂടാതെ മെൻഡിങ് വാൾ, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, ബേർച്ചസ്, ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്, ഇവയെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കവിതകളിൽ പെടും. ഫ്രോസ്റ്റ് referred to himself as a synecdochist. I prefer the synecdoche in poetry, the figure of speech in which we use a part for the whole. He is a philosopher who penetrates into the complexities of life and providing us insights as he wanted them to be. His poems begin in delight and ends in wisdom. A boy who climbs, swings and bends the birches trees. The farmer who insists on mending the wall between neighbors. The traveler who is perplexed by the two roads in front of him. The tired apple picker who dreams to unpluck apples looming large on boughs. A duty-conscious explorer who refuses to be drawn into the lovely dark forest are all illustrations of Frost's objective of poetry and philosophy. Frost strongly reacted about the verse forms. According to him, free verse is like playing tennis without a net. റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയറ്റിക് ഡിവൈസായി സിനക്ഡക്കിയെ കണ്ടിരുന്നു. അദ്ദേഹം തന്നെയും പറഞ്ഞിട്ടുണ്ട്, ഐ കോട്ട്, ഐ പ്രിഫർ ദ സിനക്ഡക്കി ഇൻ പോയട്രി, ദാറ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വി യൂസ് എ പാർട്ട് ഫോർ ദ ഹോൾ. സിനക്ഡക്കി എന്നത് ഒരു പോയറ്റിക് ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വസ്തുവിനെ പ്രതിപാദിക്കുവാൻ വേണ്ടി അതിൻ്റെ തന്നെ ഒരു ചെറിയ പാർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയുന്നു എന്നുള്ള ടെക്നിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗിവൺ 2 examples for synecdoche. The phrase hired hand can be used to refer to the workers. The word sails is often used to refer the whole ship. Hired hands എന്നത് വിലക്കെടുത്ത കൈകൾ എന്ന പദപ്രയോഗം എന്ന് പറയുന്നത് അത് വർക്കേഴ്സിനെ ചൂണ്ടിക്കാണിക്കാനാണ്. ദീസ് ആർ ദ ഹയർഡ് ഹാൻഡ്സ്, മീൻസ് ദീസ് ആർ ദ വർക്കേഴ്സ്. അവിടെ ആ ജോലിക്കാരുടെ കൈക്ക് മാത്രമാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്.
ആ ജോലിക്കാരുടെ ആ വാടകയ്ക്കെടുത്ത് അവർ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന അവരുടെ കൈകളെയാണ് ആ വർക്കേഴ്സ് എന്ന ഒരു വലിയ വിഭാഗത്തെ തന്നെ ചൂണ്ടിക്കാണിക്കാനായി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു പോയറ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ സിനക്ഡക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സെയിൽസ് എന്നത്. ഒരു കപ്പൽ അത് കടലിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് ദ ഷിപ്പ് സെയിൽസ് എന്ന് പറയുന്നത്, അല്ലേ? അതല്ലെങ്കിലും ഇറ്റ് സെയിൽസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ആ ഒരു വലിയ കപ്പലിനെ തന്നെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഭാഗം മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഫങ്ഷൻ മാത്രം അവിടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ വലിയ ആ ഒരു വസ്തുവിനെ കാണിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പോയറ്റിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് സിനക്ഡക്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉപയോഗിച്ചിട്ടുള്ള സിനക്ഡക്കീസ് ധാരാളമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീംസ് വളരെ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരനെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. സാധാരണക്കാരൻ്റെ മനോവ്യതകൾ, സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള വൈഷമ്യങ്ങൾ, സാധാരണക്കാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ കഷ്ടപ്പാടുകൾ തരണം ചെയ്യാൻ അദ്ദേഹത്തിന് ആ വ്യക്തി കാണിക്കുന്ന ഉത്സുക മനോഭാവം, അതിനെക്കുറിച്ചെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്നത്. ഹിസ് പോംസ് ഓൾവേസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. അദ്ദേഹത്തിൻ്റെ കവിതകൾ എപ്പോഴും ആളുകളെ സന്തോഷിപ്പിച്ച് കൊണ്ടും അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടുമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ തുടക്കം ഉണ്ടാവുക. ഏറ്റവും അവസാനിക്കുന്നത് വളരെ ജ്ഞാനം നൽകുന്ന തരത്തിൽ, വിജ്ഞാനം നൽകുന്ന തരത്തിൽ, ഒരു ഉണർവ് നൽകുന്ന തരത്തിലുള്ള അവസാനവും നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിലുടനീളം കാണാൻ കഴിയും. ഓരോ കവിതകളിലും അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള റോഡ് നോട്ട് ടേക്കൺ എടുത്താൽ തന്നെ മതി. അതിനകത്ത് ഒരു വ്യക്തി അദ്ദേഹം ആ രണ്ട് വഴികളിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. ആ രണ്ട് വഴികളിൽ നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ചൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം. അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള തീമുകളാണ് അദ്ദേഹം എപ്പോഴും തന്നെയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ചൂസ് ചെയ്യുക. അതേപോലെ അദ്ദേഹത്തിൻ്റെ പല കവിതകൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കവിതകളുടെ തീമുകളെക്കുറിച്ചാണ് പാരഗ്രാഫിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ പാരഗ്രാഫിൽ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ വേഴ്സ് ഇസ് ലൈക്ക് പ്ലേയിങ് ടെന്നീസ് വിത്തൗട്ട് എ നെറ്റ്. ഫ്രീ വേഴ്സ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കൃത്യമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ, ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറിൽ എല്ലാം കവിതകൾ എഴുതുന്ന ഒരു രീതി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിലനിന്ന് പോന്നിരുന്നു. അതിനുശേഷമാണ് ഫ്രീ വേഴ്സ് എല്ലാം വന്നത്. ഫ്രീ വേഴ്സ് ഇറ്റ് ഈസ് എ ഫ്രീ ഫ്ലോ ഓഫ് റൈറ്റിംഗ്. കവിതകൾക്ക് അങ്ങനെ ചട്ടക്കൂടുകളൊന്നും ആവശ്യമില്ല. മനസ്സിൻ്റെ ആ തെളിഞ്ഞ ആ ചിന്തകളെല്ലാം അതേപടി കവിതകളിൽ വരണം എന്ന രീതിയിലുള്ള വലിയ മാറ്റങ്ങളെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെ ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലേയിങ് ടെന്നീസ് വിത്തൗട്ട് എ നെറ്റ്. ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ടെന്നീസ് കളിക്കുമ്പോൾ അതിൽ നിയമങ്ങളെല്ലാം പാലിക്കണം. ആ നെറ്റിൽ ഉപയോഗിച്ചു കൊണ്ടൊക്കെയാണ് നമ്മൾ അതിൽ തട്ടാതെയും അല്ലെങ്കിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഔട്ടാവുക അല്ലെങ്കിൽ അത് അടുത്ത ആൾക്ക് പോയിന്റ് ലഭിക്കുക എന്നുള്ള തരത്തിലുള്ള നിയമങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ നെറ്റില്ലെങ്കിലോ ആളുകൾക്ക് യഥേഷ്ടം അവിടെ കളി ആസ്വദിക്കാൻ പറ്റും. അവിടെ നിയമങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെയാണ് ഒരു ഫ്രീ വേഴ്സ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. In 1960, Frost was asked to recite his poem The Gift outright at John F. Kennedy's presidential inauguration. Frost was the most honored and appreciated among the 20th century American poets, having received the Pulitzer Prize 4 times, more than 40 honorary degrees from Oxford and Cambridge, and the U.S. Congressional Medal. Frost died in 1863. His epitaphs quote the last line from the poem The Lesson for Today. I had a lover's quarrel with the world. 1916 ജോൺ എഫ് കെനഡി എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രസിഡന്റ്മാരിൽ ഒരാളായിട്ടുള്ള ജോൺ എഫ് കെനഡിയുടെ പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ, ആദ്യമായ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കുന്ന, സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേൽക്കുന്ന ആ സമയത്ത് റോബർട്ട് ഫ്രോസ്റ്റിനെ അവിടെ ഒരു വിശേഷപ്പെട്ട അതിഥിയായി ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു കവിത അവിടെ വെച്ച് അദ്ദേഹത്തിനോട് ആലപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ജോൺ എഫ് കെനഡി. അന്ന് അദ്ദേഹം അവിടെ ആലപിച്ച ആ ഒരു പോയമാണ് ദ ഗിഫ്റ്റ് ഔട്ട്റൈറ്റ്. 20-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ പോയറ്റ്സുകൾക്കിടയിൽ ഏറ്റവും സമുന്നതമായിട്ടൊരു സ്ഥാനം റോബർട്ട് ഫ്രോസ്റ്റിന് നൽകി പോന്നിട്ടുണ്ട്. അദ്ദേഹം 4ഓളം പുലിറ്റ്സർ പ്രൈസുകൾ നേടിയിട്ടുണ്ട്. 40ഓളം ഓണററി ഡിഗ്രീസും അദ്ദേഹം നേടിയിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് പോലും അദ്ദേഹത്തിന്
അവാർഡുകൾ, ഓണററി ഡിഗ്രീസ് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രഗേഷണൽ മെഡലും അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ളതാണ് പുലിറ്റ്സർ പ്രൈസ്. താഴെ റോബർട്ട് ഫ്രോസ്റ്റിന് US ഗവൺമെൻറ് നൽകിയ US കോൺഗ്രഗേഷണൽ മെഡലാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിൻവശത്തായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതിപ്രശസ്തമായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള കവിതയായിട്ടുള്ള ദ റോഡ് നോട്ട് ടേക്കണിലെ വരികളും നമുക്ക് കാണാൻ കഴിയും. അതിലെ ഏറ്റവും അവസാനത്തെ വരികളാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദ ടു റോഡ്സ് ഡൈവേർജ് ഇൻ എ വുഡ് ആൻഡ് ഐ took the one less traveled by, and that has made all the difference. ഇത് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുള്ള കോൺഗ്രഗേഷണൽ മെഡലാണ്. കോൺഗ്രഗേഷണൽ മെഡൽ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് അവിടെ സമുന്നതരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കാനായി അവർക്ക് അവാർഡ് ചെയ്യുന്ന മെഡലാണ്. He died in 1863. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയുടെ ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള ദ ലെസൺ ഫോർ ടുഡേ എന്നതിലെ അവസാനത്തെ വരിയാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ്. ലോകത്തോട് ഒരു സൗന്ദര്യ പിണക്കം നിലനിർത്തിയിരുന്ന ഒരു കമിതാവാണ് ഞാൻ എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ വരികൾ പോകുന്നത്. ഇൻ ദ പോയം എ റോഡ് സൈഡ് സ്റ്റാൻഡ്, Frost deeply empathizes with the farmers who sell their fresh, if not impressive, product at the temporary stand alongside a busy road. As the vehicles speed by ruthlessly and recklessly, the expectations of the peasants soar up, only to be crushed down. The sequel breaks, is happily welcomed, but all enthusiasm is damped when the city dwellers quite casually inquires the price of the produce and leaves, or ridiculously demands a gallon of petrol, or to greater dismay merely reverses the car. These peasants have pulled up the roadside stand not to reduce their poverty, but for some additional incentive in which it would help them to enable to taste the luxuries of city life. Throughout the poem, there is a sharp contrast between sophisticated, callous city dwellers and the trusting, naive rural folk. The speeding travelers interprets the roadside stand as a blemished one, the otherwise beautiful countryside and the fault with it. These villagers are victimized by poverty, property speculators, capitalists and politicians who conspire to rob them of their native land and lure them to the mesmerizing world of cities, where they cease to think and act for themselves. Forced to migrate to a town, they face a literal reversal of time and work's ethics. The voice of the farmers is rendered as a dramatic monologue to the heedless passer-by. You have the money, keeping from us. All the pain and anger within him is revealed here. In the concluding part of the poem, the poet voices his impulsive desire to put an end to the suffering at one stroke, but soon rethinks and suggests that he would prefer to have someone mitigating his pain, since he cannot endure watching the plight of all these villagers. This is a short summary of the poem A Roadside Stand. റോഡ് സ്റ്റാൻഡ് എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ കവിതയിൽ ഉടനീളം ഒരു നിസാരവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നൈവായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള ഒരു ഫാർമറിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചെല്ലാമാണ് വിവരിച്ചിരിക്കുന്നത്. തൻ്റെ പ്രൊഡക്ട്സായിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ നിന്നും അവർ സ്വരൂപിച്ചിട്ടുള്ള ആ വസ്തുവകകൾ റോഡ് സൈഡിൽ ഒരു ഷീറ്റെല്ലാം വലിച്ചു കെട്ടി ഒരു ചെറിയ ഒരു തട്ടുകട അല്ലെങ്കിൽ ഒരു പെട്ടിക്കട
പോലെ ഒരു സ്ഥലത്ത് കെട്ടിയുണ്ടാക്കി അതിനകത്ത് വിൽപ്പനയ്ക്കായി വെച്ചിട്ട് ധനികരായിട്ടുള്ള ആളുകളെ കാത്തുകൊണ്ട്, ആ പ്രൊഡക്റ്റെല്ലാം വാങ്ങാൻ വരുന്ന ധനികരായിട്ടുള്ള ആളുകളെ കാത്തുകൊണ്ട് അവിടെ കാലങ്ങളോളം കാത്തിരിക്കുന്ന ആ ഫാമേഴ്സിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചെല്ലാമാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ കവിതയിൽ പറയുന്നത്. ആ ബിസി റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ലക്ഷൂറിയസ് കാറുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരിക്കൽ പോലും മനസ്സിലാകുന്നില്ല അവിടെ ആ കഷ്ടതകളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആ ഫാർമേഴ്സിൻ്റെ വേദനയെക്കുറിച്ച്. ആ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ലക്ഷൂറിയസ് കാറുകളുടെ സഡനായിട്ടുള്ള ബ്രേക്കിംഗ് സൗണ്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വണ്ടി തൻ്റെ കടയിലേക്ക് ചേർന്നുകൊണ്ട് തിരിയുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, അവർ കാത്തുനിന്ന സമയം വന്നു എന്നുള്ള ഒരു ഉള്ളിലെ തോന്നലുകൾ, അതെല്ലാം അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടെ വന്നു പോകുന്ന ആളുകൾ ഒരിക്കൽ പോലും തൻ്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നില്ല, അവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ള വസ്തുവകകൾ വാങ്ങുന്നില്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവരുടെ എഴുത്തിൻ്റെ ശൈലിയിലും അവരുടെ ബോർഡിലുള്ള എഴുതിയ കാര്യങ്ങളിലെ തെറ്റുകുറ്റങ്ങളും അവരുടെ പ്രൊഡക്റ്റുകളിലുള്ള ക്വാളിറ്റി ഇല്ലായ്മയെക്കുറിച്ചെല്ലാം കമൻറ്റ് ചെയ്തുകൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന വേദന, അതിനെക്കുറിച്ചെല്ലാമാണ് അദ്ദേഹം ഈ കവിതയിൽ പറയുന്നത്. അവരുടെ കൈവശം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടോ എന്ന് ചോദിക്കുകയും അവരെ നിസാരവൽക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ പണക്കാരുടെ ആ ഒരു മാനസികാവസ്ഥയെല്ലാം ആണ് ഇവിടെ അദ്ദേഹം വരച്ച് കാണിക്കുന്നത്. ഫാമേഴ്സിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ അവരെ നിസാരവൽക്കരിക്കേണ്ടവരല്ല, അവരവിടെ ഭിക്ഷ എടുക്കാൻ വേണ്ടിയല്ല, അഭിമാനത്തോടെയാണ് അവരവിടെ ആ പ്രൊഡക്റ്റുകൾ വിൽപ്പനയ്ക്കായിട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട് റോബർട്ട് ഫ്രോസ്റ്റ്. അവർ പെട്ടെന്ന് ധനികരാവാൻ വേണ്ടിയല്ല അവരവിടെ ആ പ്രൊഡക്റ്റുകൾ വയ്ക്കുന്നത്. കുറച്ചെങ്കിലും കാലത്തേക്ക് ആ സിറ്റി ലൈഫുകൾ ആസ്വദിക്കാൻ വേണ്ടുന്ന കുറച്ചധികം കാശ് അവരുടെ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും ചെറുതായെങ്കിലും ഡെവലപ്പ് ചെയ്യണം, മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആ റോഡ് സൈഡ് സ്റ്റാൻഡുകളിൽ അവരവിടെ വിൽപ്പനയ്ക്കായി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിസാരവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഫാമേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം തുടക്കത്തിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായി എല്ലാം ഇവരുടെ ഈ കഷ്ടപ്പാടും ദുരിതവുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിയും എന്നുള്ള തരത്തിൽ ആത്മവിശ്വാസം ആദ്യ ഭാഗങ്ങളിൽ ഈ കവി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തന്നെ വീണ്ടും ആലോചനകൾക്ക് ശേഷം കവിതയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇവരുടെ വേദനകൾ മാറ്റുവാൻ അവർക്ക് സാധിക്കും, അവരുടെ കഴിവിനും പരിശ്രമം കൊണ്ട് അവർ ഒരു നാൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് അവർ വിജയിക്കും, തങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളാവും എന്നുള്ള തരത്തിൽ ഒരു ആശ്വാസവും അദ്ദേഹം അവിടെ അവസാനം കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ കവിത ഉടനീളം പോകുന്നത്. The poem originally appeared in Atlantic Monthly in June 1936 and was included in the collection of the poem titled A Further Range, published in the year 1936, with the subtitle On Being Put Out of Our Misery. Frost had also considered the title Euthanasia for the poem. The poem is a critique to modernization. A stand is a painful symbol of a past that is diminishing, the proof of the decline of agricultural prosperity and an agrarian way of life. Apparently simple, the poem is dense with suggestions. A Roadside Stand എന്ന ഈ കവിത ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അറ്റ്ലാന്റിക് മന്ത്ലിയിലാണ്, in June 1936. This is a picture of Atlantic Monthly. It was included in the collection of poem titled A Further Range. It was given a subtitle On Being Put Out of Our Misery. A Roadside Stand എന്ന ഈ കവിതയ്ക്ക് അദ്ദേഹം മറ്റൊരു ടൈറ്റിൽ ആദ്യം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഇതിന് പകരം ഈ ഒരു ടൈറ്റിലായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ പേരാണ് യൂത്തനേസ്യ. എന്താണ് യൂത്തനേസ്യ? ദയാവധം എന്ന് പറയാറുണ്ട് അല്ലേ? മരണാസന്നരായിട്ടുള്ള മറ്റൊരാളുടെ സഹായം കൂടാതെ ജീവിക്കുവാൻ സാധിക്കാത്തവർ, അല്ലെങ്കിൽ
ഒരിക്കലും പഴയ പോലെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്തവർക്ക് നൽകുന്ന ഒരു ദയാവധം, അവരെ മരണത്തിന് ആയി കൊടുക്കുന്ന ഒരു മരുന്ന് കുത്തിവെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കേഷനോടുകൂടി അവരെ കൊന്നുകളയുന്ന ഒരു രീതിയാണ് യുത്തനേസിയ അല്ലെങ്കിൽ ദയാവധം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ടൈറ്റിലാണ് അദ്ദേഹം ആദ്യം ഈ ഒരു കവിതയ്ക്ക് കൊടുത്തത്. പിന്നീട് അദ്ദേഹം തന്നെ മാറ്റിയ ടൈറ്റിലാണ് റോഡ്സൈഡ് സ്റ്റാൻഡ് എന്നത്. ശക്തമായി കൊണ്ടിരുന്ന ഒരു കാർഷിക സമ്പ്രദായം അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. അത് പതുക്കെ ഡിമിനിഷായി പോയി. ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് ശേഷം അവിടെ ധാരാളം ഇൻഡസ്ട്രീസും ആളുകളെല്ലാം മോഡേണൈസേഷൻ്റെ പിന്നാലെ പോയപ്പോൾ അവരെല്ലാം മറന്നുപോയ കാർഷിക വൃത്തിയും അതിൻ്റെ പരിശുദ്ധിയും പാവനതയും അതുപോലെ ആ മഹത്വവും എല്ലാം മറന്നുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോയി. മോഡേണൈസേഷൻ എന്നുകൊണ്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു മെക്കാനിക്കലായിട്ടുള്ള ലോകത്തേക്ക് അതിവേഗം അമേരിക്കയിലെ ജനങ്ങൾ പോയതിലുള്ള വിഷമമൊക്കെ നമുക്ക് ഈ കവിതയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. സോ this was a short description and an introduction to A Roadside Stand, written by Robert Frost. Thank you.